എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്. വാട്ട് ഈസ് സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് പറയാൻ താനിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്ന് മധു മുല്ലശ്ശേരി. പിന്നെ എങ്ങനെ തനിക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കും? ഇതെല്ലാം പ്രതീക്ഷിച്ചു തന്നെയാണ് ഇറങ്ങി വന്നതെന്നും മധു മുല്ലശ്ശേരി പറഞ്ഞു. പാർട്ടി നടപടി സ്വീകരിക്കുമെന്ന വി ജോയിയുടെ പ്രതികരണത്തോടായിരുന്നു പ്രതികരണം. എന്റെ മകൻ പാർട്ടി വിടില്ലെന്ന ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന ശരിയല്ല. എനിക്കൊപ്പം മകനും പാർട്ടി വിടും. വി ജോയിക്ക് എതിരായ സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്നത് ഞാനല്ല, ജനങ്ങളാണ്. പലരെയും സ്വാധീനിച്ചാണ് ജോയ് സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത്. തുടർഭരണം കിട്ടിയാൽ മന്ത്രിയാകണം, അതാണ് ജോയിയുടെ ആഗ്രഹം. പുതിയ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുമ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നില്ല, മധു മുല്ലശ്ശേരി പറഞ്ഞു. മുസ്ലിം ലീഗും കോൺഗ്രസും BJPയും തന്നെ ബന്ധപ്പെട്ടു. DMKയിൽ നിന്ന് PV അൻവറും ബന്ധപ്പെട്ടു. പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാവും, എന്തായാലും CPMനൊപ്പമില്ല, മറ്റൊരു പാർട്ടിയിൽ ആയിരിക്കും. 2 ദിവസത്തിനകം ഇതിൽ തീരുമാനമുണ്ടാകും എന്നും മധു വ്യക്തമാക്കി. തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മധു കഴിഞ്ഞ ദിവസം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മധു മുല്ലശ്ശേരി പാർട്ടിയിൽ നിന്ന് വിടുകയാണെന്ന് പ്രഖ്യാപിച്ചത്. സംസ്ഥാന നേതൃത്വത്തിലെ പലരെയും സ്വാധീനിച്ചാണ് വി ജോയ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെത്തിയതെന്നും മംഗലാപുരത്ത് വലിയ വിഭാഗീയതയാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.